ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോണറിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഹർഹറു വണ്ടറിൻ്റെ ബ്ലാക്ക് റൈസ് ഹൈഡ്രോണിക് ആസിഡ് ടോണറാണ്. ഞാനിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോട്ടിലൊക്കെ എൻ്റെ അടുത്ത് തീർന്നു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ബെസ്റ്റ് ടൈം റിവ്യൂ ചെയ്യാനുള്ളത്. സോ നമുക്ക് അതിൻ്റെ റിവ്യൂയിലേക്ക് പോവാം. അതിൻ്റെ പ്രോസും കോൺസും എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വായോ. അപ്പോൾ ആൾ വന്നിട്ട് കൊറിയനാണ്. ഇത്തിരി എക്സ്പെൻസീവാണ്, പക്ഷേ വർത്ത് എവരി പെന്നീന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു ടോണർ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാം. ഏത് ആക്റ്റീവ്സിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. സ്കിൻ ബാരിയർ ഇംപ്രൂവ്ഡ് ആവാനായിട്ടും നമ്മുടെ സ്കിൻ ഒരു പ്ലം ലുക്ക് കൊടുക്കാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് വന്നിട്ട് എൻ്റെത് ഓയിലി, സെൻസിറ്റീവ്, മീഡിയം ആക്നെ പ്രോൺ സ്കിന്നാണ്. ഈ ഒരു സ്കിന്നിൽ ഈ ഒരു ടോണർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്കിന്നിൽ മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോണർ എല്ലാ സ്കിൻ ടൈപ്സിനും ഒരേപോലെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടോണറാണ്. ഇതിൻ്റെ തന്നെ 2 വേരിയൻ്റ് അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് ഇരിക്കുന്നത് സെൻസിറ്റീവ് സ്കിന്നുള്ള വേരിയൻ്റ് ആണ്. ഇതിനകത്ത് ഫ്രാഗ്രൻസ്, ആൽക്കഹോൾ ഒന്നുമില്ല. ഇതിൻ്റെ വേറൊരു വേർഷനും കൂടി അവൈലബിൾ ആണ്. അതിനകത്ത് ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് സ്കിൻ കെയറിൽ ഫ്രാഗ്രൻസ് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു വേരിയൻ്റ് ചൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് പൊതുവേ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സിന് അങ്ങനെ ഫ്രാഗ്രൻസ് ഉള്ളത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നോൺ ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള വേർഷനാണ് സെലക്ട് ചെയ്തത്. ഇത് സെൻസിറ്റീവ് സ്കിന്നിന് അടിപൊളിയായിട്ട് സ്യൂട്ട് ചെയ്യും. ഈ ഒരു ടോണറിൻ്റെ ടെക്സ്ചർ വന്നിട്ട് നല്ല വിസ്കസ് ടെക്സ്ചറാണ്. അതായത് റണ്ണി ടോണർ അല്ല. നമ്മൾ സാധാരണ ടോണർ കയ്യിലെടുക്കുമ്പോഴത്തേനും ഇങ്ങനെ അത് ഒഴുകി പോകത്തില്ല. ഇതങ്ങനെ ഒഴുകി പോകത്തില്ല. കുറച്ച് തിക്നെസ് ഉണ്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചറിന്. എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഒരു 3-4 ഡ്രോപ്സ് ധാരാളം മതിയാവും ഒരു പ്രാവശ്യം ഈ ഒരു ടോണർ ലെയർ ചെയ്യുന്നതിന്. അതിനുശേഷം ഞാനൊരു ജെൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഡേ ടൈമിൽ. പക്ഷേ ഞാൻ ആ ഒരു മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്ന ദിവസം ഈ ഒരു ടോണർ 2 പ്രാവശ്യമൊക്കെ ലെയർ ചെയ്യാറുണ്ട്. എന്നാൽ പോലും യാതൊരു ഗ്രീസിനെസ്സോ സ്റ്റിക്കിനെസ്സോ ഒന്നും ഈ ഒരു ടോണർ ഉണ്ടാക്കത്തില്ല. 2 പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഫേസിന് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രാവശ്യം ഈ ഒരു ടോണർ ലെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗ്ലാസ് ലുക്ക് നിങ്ങളുടെ സ്കിന്നിന് കിട്ടും. ഇതിൻ്റെ വിസ്കസ് ടെക്സ്ചർ ആണെങ്കിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ടൈമിൽ ഇത് സ്കിന്നിലേക്ക് നന്നായിട്ട് സ്പ്രെഡായി പെട്ടെന്ന് തന്നെ അബ്സോർബായി പോകുന്നുണ്ട്. എന്നിട്ടാണ് ആ ഒരു ഡ്യൂയി ഫിനിഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് പ്ലംബ് ആയ പോലെ നമുക്ക് കാണാൻ പറ്റും. കാരണം സ്കിന്നിന് വേണ്ടുന്ന ഹൈഡ്രേഷനൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേനും ആ ഒരു പ്ലംനെസ്, ആ ഒരു ഹൈഡ്രേഷൻ, ആ ഒരു ഗ്ലോയൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇത് കൊണ്ടുവരും. മൾട്ടിപ്പിൾ ടൈംസ് ലെയർ ചെയ്താൽ തന്നെ ഇതെൻ്റെ സ്കിന്നിലെ ആക്നി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇതിനകത്തൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആക്നി കോസിങ് സൈഡിലുള്ള ടോണർ അല്ല. അപ്പോൾ ആക്നി പ്രോൺ സ്കിന്നുകാർക്കും ഇത് സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിൽ ഡ്രൈ പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ വിത്തിൻ ഡേയ്സ് ഈ ഒരു ടോണർ നിങ്ങളുടെ ഡ്രൈ പാച്ചസിനെ ഹീൽ ചെയ്ത് സ്കിന്നിന് നല്ലൊരു പ്ലം ലുക്ക് കൊണ്ടുവരും. ഈ ഒരു ടോണറിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫെർമെൻറ്റഡ് ബ്ലാക്ക് റൈസ് എക്സ്ട്രാക്റ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. മാത്രമല്ല ഈ ബ്ലാക്ക് റൈസിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന കാരണം നമ്മുടെ സ്കിൻ്റെ ഏജിങ് പ്രോസസ്സ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് സ്ലോ ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഈ ബ്ലാക്ക് റൈസ് എന്നുള്ളത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവർ ഫെർമെൻറ്റഡ് ബ്ലാക്ക് റൈസ് എക്സ്ട്രാക്റ്റ് ആണ്. അതിന് സാധാരണ ബ്ലാക്ക് റൈസിനേക്കാളും കുറേ കൂടി ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളതാണ്. ഇതിനകത്ത് ഫെർമെൻറ്റഡ് ബാംബു എക്സ്ട്രാക്ട്സും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നെ ഫേം ആക്കുകയും സ്കിന്നിന് വേണ്ടുന്ന ഹൈഡ്രേഷൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ജിൻസെങ് റൂട്ട് എക്സ്ട്രാക്ട്, ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് കാം ഡൗൺ ചെയ്യും, സൂത്തൻ ചെയ്യും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കോക്കോ ബീറ്റൈൻ ആണ് നമ്മുടെ സ്കിന്നിൻ്റെ പോസിലേക്ക് ചെന്നിട്ട് പോസിനെ നന്നായിട്ട് ക്ലെൻസ് ആക്കി വെക്കും. പിന്നെ ഹൈലൂറോണിക് ആസിഡും ഗ്ലിസറിനും, നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസ് ആണിത്. പിന്നെ ഈ ഒരു ടോണർ ഞാൻ റീപർച്ചേസ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് റീപർച്ചേസ് ചെയ്യാനായിട്ട് 100% അല്ലെങ്കിൽ 101% ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോണറാണിത്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 1 ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ സ്കിന്നിന് ആ ഒരു ഡ്യൂയി ഫിനിഷ്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലംനെസ്, ഹൈഡ്രേഷൻ, ആ ഒരു നല്ലൊരു ഹെൽത്തി ലുക്കിംഗ് സ്കിന്നിലെ അതെനിക്ക് കിട്ടാറുണ്ട്. പോരാത്തതിന് എനിക്കങ്ങനെ പുതിയ ആക്നി ഈ ഒരു ടോണർ ഉപയോഗിച്ച കാരണം വരികയോ അല്ലെങ്കിൽ വേറൊരു ഇറിറ്റേഷനോ എൻ്റെ സ്കിന്നിൽ ഉണ്ടാക്കിയിട്ടില്ല. പോരാത്തതിന് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്തു. ഓഫ് കോഴ്സ് ഇതിനകത്ത് റൈസ് എക്സ്ട്രാക്ട്സ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. റൈസിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാലോ, അതെന്തായാലും നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്നതാണ്. അപ്പോൾ ആ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റൊക്കെ എൻ്റെ സ്കിന്നിന് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് യൂസ് ചെയ്തിട്ടുണ്ടപ്പോൾ എൻ്റെ സ്കിന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്രക്ക് അടിപൊളിയാണ് ഈ ടോണർ എന്ന് പറഞ്ഞാലും ഇതിന് കോൺസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി കോൺസ് ഉണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിനകത്ത് ഒരുപാട് ഫെർമനൻറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ സ്കിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. എന്നിരുന്നാലും ചില സ്കിൻ ടൈപ്സിന് ഈ ഒരു ഫെർമനൻറ്റ് ഇൻഗ്രീഡിയൻസ് പറ്റില്ല അവർക്ക്.
അങ്ങനെ ഫെർമനൻ്റ് ഇൻഗ്രീഡിയൻസ് പറ്റാത്ത സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു ടോണറിൽ നിന്ന് മാറി നിൽക്കുക, വേറെ ടോണേഴ്സ് നോക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ കൂടെയുള്ളവരുടെ എക്സ്പീരിയൻസുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിവ്യൂ കണ്ടിട്ട് മാത്രം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഒരുപാട് പേരുടെ റിവ്യൂസ് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുക. അന്നേരം നിങ്ങൾ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂസ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ബൈ.